ഷാഫി ചാലിയം ഒരിക്കലും ഇടപെടാൻ പറ്റാത്തൊരു വിഷയത്തിലാണ് ഇടപെട്ടിട്ടുള്ളത്. ഷാഫി ചാലിയം മുസ്ലിം ലീഗിലുള്ള ഒരു മുജാഹിദ് നേതാവാണ്. സമസ്തയുടെ നേരെ പ്രതിയോഗിയാണ് അദ്ദേഹം ഈ സമസ്തയിലുള്ള സംഘടനാ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് ഒരു നിലക്കും നീതീകരിക്കാൻ കഴിയില്ല. സമസ്ത കേരള ജംഇയ്യത്തുലമയും CIC-യും തമ്മിൽ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ചർച്ച ചെയ്ത് തീരുമാനങ്ങളെടുത്ത് പല വഴിക്കും അത് നടപ്പാക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. പക്ഷേ ഇതിൽ കയറി അഭിപ്രായം പറയാൻ ഷാഫി ചാലിയം ആരാണ് അദ്ദേഹത്തിന് ഏൽപ്പിച്ചത്? അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ ലേബിൾ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാരണവശാലും വഹാബികൾ സുന്നികൾക്കിടയിലെ ഭിന്നിപ്പ് വളർത്താൻ സഹായകമായ പ്രവർത്തനം ചെയ്യാൻ പാടില്ല, നീതീകരിക്കാൻ കഴിയില്ല. തികച്ചും അസ്ഥാനത്താണ് അദ്ദേഹം ചെയ്തത്. അത് വളരെ തെറ്റായ നടപടിയായി പോയി എന്നാണ് പറയാനുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞ ആ പ്രസംഗം ഫുള്ള് വാസ്തവവിരുദ്ധമാണ്. അത് പറയാതിരിക്കാൻ നിർവാഹമല്ല. ശരിക്ക് ഈ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ജിഫിരി തങ്ങൾ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഏൽപ്പിച്ചു വാഫി പ്രശ്നം പരിഹരിക്കാൻ. പ്രസിഡന്റ് സ്ഥാനം സെക്രട്ടറി സ്ഥാനം രാജിവെച്ചപ്പോൾ പകരം ആളെ വെക്കാൻ. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ച് ഏൽപ്പിച്ചാൽ പിന്നെ അദ്ദേഹം ആരെ വെച്ചാലും സ്വീകരിക്കേണ്ടതെന്നാണ് അദ്ദേഹം ചോദിച്ചത്. പക്ഷേ ഷാഫി ചാലി ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിൻ്റെ യാഥാർത്ഥ്യം അദ്ദേഹം മിനിമം കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടെങ്കിലും ചോദിക്കണം. അദ്ദേഹത്തിൻ്റെ നേതാവാണല്ലോ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ഇങ്ങനെ ഒരു തീരുമാനം ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗ് നേതാക്കന്മാരായ കുഞ്ഞാലിക്കുട്ടി സാഹിബും സാദിഖ് അലി ശിഹാബ് തങ്ങളും ജിഫ്രി തങ്ങളും സമസ്തയുടെ നേതാക്കളും തമ്മിൽ ഇരുന്നിട്ട് ഒരു ജെന്റിൽമെൻ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. അതനുസരിച്ച് കാര്യങ്ങൾ നടത്താൻ അവർക്ക് സാധിച്ചില്ല എന്നത് സാധിക്കില്ല എന്ന് നേരത്തെ അറിയിക്കുകയും മറ്റൊരു വഴിക്ക് അവർ നീങ്ങും ചെയ്തതാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. ഷാഫി ചാലിയം അത് മനസ്സിലാക്കാതെ പറയുകയാണെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ വാസ്തവവിരുദ്ധമായ കാര്യം പറഞ്ഞ് മാധ്യമങ്ങൾ പോലും പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കരുത്. എന്തായിരുന്നാലും ഈ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞെടുത്തൊന്നല്ല പ്രശ്നമുള്ളത്. ലാസ്റ്റ് ഘട്ടത്തിലും ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ സമസ്ത നേതാക്കന്മാരെ ആളുകളും കൂടി ഇരുന്ന് ഈ പ്രശ്നത്തിൽ അന്തിമ തീർപ്പ് അവർ 5 പേര് സമസ്തയുടെ 3 ലീഡേഴ്സും കൂടി ഇരുന്ന് ഉണ്ടാക്കിയ അന്തിമ തീർപ്പുണ്ട്. ആ തീർപ്പിൽ അവസാനം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ തീരുമാനങ്ങൾ CIC അംഗീകരിക്കുകയാണെങ്കിൽ അവരിരുന്ന് ഉണ്ടാക്കിയ സെറ്റിൽമെൻ്റാണിത്, പിന്നെ സമസ്തയുടെ ഭാഗത്ത് ഒരു പ്രശ്നം ഉന്നയിക്കാൻ പാടില്ല ഇല്ല എന്ന് സമസ്തയുടെ നേതാക്കൾ പറഞ്ഞു. ഈ തീരുമാനവും നമ്മളെ മധ്യസ്ഥമായ തീരുമാനം അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റ് സ്ഥാനം ഒഴിയണമെന്ന് പറഞ്ഞു. അതും ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്നിട്ടും CIC നടപ്പാക്കിയിട്ടുള്ള സത്യമായ കാര്യമാണ്. പക്ഷേ ഇതൊക്കെ മറച്ചു വെച്ച് ഇയാൾ വേറെ വഴിക്ക് തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നത് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് ന്യായീകരിക്കാനോ നീതീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം സമസ്തയുടെ കാര്യത്തിൽ ഇടപെടുകയും സമസ്ത മുഷാവറയിൽ ആരുണ്ടാകണമെന്ന് തീരുമാനിക്കുകയും ചെയ്യാൻ ഷാഫി ചാലിയത്തെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു അബദ്ധം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോലെയുള്ള ആളുകളെ നിർദ്ദേശപ്രകാരം ചെയ്യില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇടപെടാൻ പാടില്ലാത്തൊരു കേന്ദ്രത്തിലാണ് അദ്ദേഹം കയറിയിട്ടുള്ളത്. പിന്നെ ഈ സയ്യിദന്മാരെ കുറിച്ചും പറഞ്ഞത് തെറ്റ്, പൂർണ്ണമായും തെറ്റാ പറഞ്ഞു. ബാഫി തങ്ങളെ ആക്ഷേപിച്ചു എന്നൊക്കെ, അതൊക്കെ പൂർണ്ണമായും തെറ്റാ. അത് മാത്രമല്ല, ഈ സയ്യിദന്മാരെ ബഹുമാനിക്കണമെന്നൊക്കെ പഠിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത ജംഇയ്യത്തുലമ. എന്നാൽ ഇദ്ദേഹം നേതൃത്വം നൽകുന്ന വഹാബി പ്രസ്ഥാനം, ആ വഹാബി പ്രസ്ഥാനത്തിന്റെ നിലപാടെന്ന് പറയുന്നത് അങ്ങനെ സാദാത്തുക്കൾ ഇല്ല എന്നാണ്. സാദാത്തുക്കളെ നിഷേധിക്കുന്ന ആളുകളാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വീഡിയോ എടുത്ത് വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി ഷിർക്ക് ചെയ്യുന്നു എന്ന് പ്രചരിപ്പിച്ച ആളുകളാണ് ഈ വഹാബി പ്രസ്ഥാനത്തിന്റെ ആളുകൾ. അതിൻ്റെ ഒരാളാണ്, പ്രമുഖനായ ഒരാൾ കൂടിയാണ് ഈ ഷാഫി ചാലിയം. അദ്ദേഹം സാദാത്തുക്കളെ കുറിച്ച് പഠിക്കാനും പിന്നെ മഹാന്മാരെ കുറിച്ച് പഠിപ്പിക്കാനൊന്നും ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട. ഇതിൽ ഈ പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാ, അതായത് മുജാഹിദ് ജമാഅത്ത് എന്നിവർ ഈ കക്ഷി ഇടപെട്ടുകൊണ്ട് പരസ്പരം ലീഗിനെയും സമസ്തയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് വർഷങ്ങളായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക.